ഹായ് ഡിയേഴ്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേഴ്സണാലിറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്ന കുറച്ച് തിയറീസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് വരുന്ന തിയറി എന്ന് പറയുന്നത് ട്രൈറ്റ് അപ്രോച്ചസുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിയറീസാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ട്രൈറ്റ് തിയറിയിൽ പറയുന്നത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ദെൻ ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈറ്റ് റെഫേഴ്സ് ടു റിലേറ്റീവ്ലി പെർമനൻറ്റ് ആൻഡ് കൺസിസ്റ്റൻറ്റ് ജനറൽ ബിഹേവിയർ പാറ്റേൺ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ എക്സിബിറ്റ്സ് ഇൻ മോസ്റ്റ് സിറ്റുവേഷൻസ്. വായിക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്താണ് റിലേറ്റീവ്ലി പെർമനൻ്റ് ആയിട്ടുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ജനറൽ ബിഹേവിയർ, ഒരു ഇൻഡിവിജ്വലിനുള്ള പെർമനൻ്റ് ആയിട്ടുള്ളതും കൺസിസ്റ്റൻ്റും ആയിട്ടുള്ള ജനറൽ ബിഹേവിയർ ഒരു മോസ്റ്റ് സിറ്റുവേഷനിൽ, അതായത് മിക്കവാറും സാഹചര്യങ്ങളിൽ അവർ കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പോൾ സത്യസന്ധത. സത്യസന്ധനായിട്ടുള്ള ഒരാൾ എപ്പോഴും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ആ സത്യസന്ധത വെച്ച് പുലർത്തുന്നുണ്ടായിരിക്കും ഇല്ലേ? ദെൻ അഗ്രസീവായിട്ടുള്ള ആൾ എല്ലാ കാര്യത്തിലും ഒരു അഗ്രസീവായിട്ടുള്ളൊരു ബിഹേവിയർ, ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ളൊരു ബിഹേവിയർ ചിലപ്പോൾ കാണിക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. ദെൻ ഷൈ ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് ട്രൈറ്റ്സുകളുണ്ട്. അപ്പോൾ ആ ട്രൈറ്റ് എന്ന് പറയുന്നത് അവരെങ്ങനെയാണ് ഒരു മോസ്റ്റ് സിറ്റുവേഷനിലും ഒരു ഇൻഡിവിജ്വൽ എക്സിബിറ്റ് ചെയ്യുന്ന പെർമനൻ്റ് ആയിട്ടുള്ളതും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജനറൽ ബിഹേവിയേഴ്സിനെയാണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രൈറ്റ് അപ്രോച്ച് അസ്യൂം ചെയ്യുന്നത് എന്താണ്? A personality of an individual is a combination of different behavioral traits that can be discovered through continuous and objective observation of his behavior. അതായത് ട്രൈറ്റ് അപ്രോച്ച് അസ്യൂം ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിഫറെൻ്റ് ബിഹേവിയർ ട്രൈറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അഗ്രഷൻ, ഷൈനെസ്, ഓണസ്റ്റി, ദെൻ സിംപ്ലിസിറ്റി, നോൺ വയലൻസ്, ഇങ്ങനെയുള്ള കുറേ ട്രൈറ്റ്സിൻ്റെ കോമ്പിനേഷനാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തികൾക്കും വ്യത്യാസമായിരിക്കും. ഇപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ളതിലെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാകണം എന്നില്ല. ഇതിലിപ്പോൾ 1-2 എണ്ണം അടങ്ങിയിട്ടുള്ള ഇൻഡിവിജ്വലും ഉണ്ടാകാം, ചിലപ്പോൾ ഇത് മൊത്തമുള്ള ഇൻഡിവിജ്വലും ഉണ്ടാകാം. അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് ട്രൈറ്റാണ് ഒരു വ്യക്തിക്കുള്ളത്, അല്ലെങ്കിൽ ഏതാണ് ഒരു മോസ്റ്റ് സിറ്റുവേഷനിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് ഓരോ ഇൻഡിവിജ്വലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കാണുന്ന ഡിഫറെൻ്റ് ബിഹേവിയറൽ ട്രൈറ്റ്സിൻ്റെ കോമ്പിനേഷനാണ്. ഇനി അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? കണ്ടിന്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ ഓഫ് ഹിസ് ബിഹേവിയർ. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടും, അതായത് തുടർച്ചയായിട്ടും ഒബ്ജക്റ്റീവായിട്ടും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ വ്യക്തിയുടെ ബിഹേവിയറൽ ട്രൈറ്റ്സ് ഏതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ട്രൈറ്റ് തിയറീസ് പറയുന്നത് ഇങ്ങനെയുള്ളൂ. ട്രൈറ്റ് എന്താണെന്ന് ആദ്യം പറഞ്ഞു. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജനറൽ ബിഹേവിയർ പാറ്റേൺ മോസ്റ്റ് സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രൈറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രൈറ്റ് അപ്രോച്ച് എന്താണ് അസ്യൂം ചെയ്യുന്നത്? ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ബിഹേവിയറൽ ട്രൈറ്റ്സ് ആണ്. അത് നമുക്ക് ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നത് കണ്ടിന്യൂസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷനിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ട്രൈറ്റ് തിയറീസ് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് 3 എണ്ണമാണ്. ആൽപോർട്ട്സ് ട്രൈറ്റ് തിയറി, കാറ്റൽസ് ട്രൈറ്റ് തിയറി ആൻഡ് ഐസങ്സ് ട്രൈറ്റ് തിയറി. അങ്ങനെ 3 എണ്ണാണുള്ളത്. അപ്പോൾ ഈ 3 എണ്ണവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ കേട്ടറ്റിൻ്റെ എക്സാമിനേഷനൊക്കെ തന്നെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നോക്കി പോകണം. 5 മാർക്കിനാണ് സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇനി ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറിയാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട് ആരായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം ജനിക്കുന്നത് മോണ്ടെസുമയിലാണ്. അദ്ദേഹം USA ജനിക്കുന്നത്. നവംബർ 11 ജനിക്കുന്നു. അദ്ദേഹം 4 ബ്രദേഴ്സിന് യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹം എപ്പോഴും ഒരു ഷൈ ആയിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ സ്റ്റുഡിയസ് ആയിട്ടുള്ള ആളാണ്. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഈസ് എ ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി.
കേട്ടറ്റിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി എന്ന് പറയുന്നത് ഗോഥൻ വില്ലാർഡ് ആൽപോർട്ടാണ്. ആൽപോർട്ട്, നമ്മൾ ആൽപോർട്ടിനെ പറയാറുള്ളൂ. ആൽപോർട്ടാണ് അപ്പോൾ ഫാദർ ഓഫ് പേഴ്സണാലിറ്റി സൈക്കോളജി, ഓർത്ത് വയ്ക്കുക. Then Alport is best known for his trait theory of personality. Then he was the first psychologist who gave the concept of traits. ഓർക്കുക, അപ്പോൾ ആരാണ് ആദ്യമായിട്ട് ട്രൈറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നത്? ആൽപോർട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടെ ഇതിൻ്റെ കൂടെ പഠിച്ചു പോവുകയാണെങ്കിൽ കേട്ടറ്റിന് വേണ്ടി വേറൊരു പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സൈക്കോളജിയുടെ ഭാഗത്തുനിന്ന് വേണ്ടി വരില്ല. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? സൈക്കോളജിയുടെ, പേഴ്സണാലിറ്റി സൈക്കോളജിയുടെ ഫാദർ ആരായിരുന്നു? ആൽപോർട്ടായിരുന്നു. അതുപോലെ ട്രൈറ്റ് എന്ന് പറയുന്ന പദം ആദ്യമായി യൂസ് ചെയ്ത ഫസ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നതും ആൽപോർട്ടായിരുന്നു. ക്ലിയർ? ദെൻ നെക്സ്റ്റ് എന്താണ്? ആൽപോർട്ട്സ് ട്രൈറ്റ് തിയറി എന്താണ് പറയുന്നത് നോക്കാം. The personality of the individual in a particular situation depends on the organization of the behavioral traits. ഇദ്ദേഹം പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ബിഹേവിയറൽ ട്രൈറ്റ്സിൻ്റെ ഓർഗനൈസേഷനെയാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ട്രൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്യുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ, ഒരു വ്യക്തി എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി നന്നായി ബിഹേവ് ചെയ്തല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ട്രൈറ്റ്സുകൾ, അതായത് ഓരോരോ സ്വഭാവങ്ങൾ പുറത്തേക്ക് വരുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാകുന്നത് ആ വ്യക്തിയുടെ ബിഹേവിയർ എന്താണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ ആൽപോർട്ടും പറയുന്നത്. ഒരു വ്യക്തി ഒരു സിറ്റുവേഷനിൽ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അദ്ദേഹത്തിൻ്റെ ബിഹേവിയറൽ ട്രൈറ്റ്സിൻ്റെ ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് ഇവിടെ ആൽപോർട്ട് പറയുന്നത്. ദെൻ ഇദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു ട്രൈറ്റ്സിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ആൽപോർട്ട് ഈ ട്രൈറ്റ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചു എങ്കിലും മറ്റുള്ളവർ ഇതിനെ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്ത് ചെയ്തു? ആ ട്രൈറ്റ് എന്ന് പറയുന്ന പദത്തിന് പകരം പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് വിളിക്കാൻ തുടങ്ങി. എന്താണ്? ആദ്യം ഇദ്ദേഹം ട്രൈറ്റ് എന്നാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ആ ട്രൈറ്റ് എന്ന് പറഞ്ഞ പദം മറ്റുള്ളവർ അതിനെ വ്യാഖ്യാനം ചെയ്തത് വേറൊരു രീതിയിലായിരുന്നു, നോക്കിക്കണ്ടിരുന്നത് വേറൊരു രീതിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അതിന് പകരം പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഇനി എന്താണ് ഈ പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? പേഴ്സണൽ ഡിസ്പോസിഷൻസ് ഈസ് എ പേഴ്സൺസ് ടെൻഡൻസി ടു ആക്ട് ഇൻ എ സർട്ടൈൻ വേ. എന്താണ്? ഒരു വ്യക്തി സർട്ടൈൻ വേയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ ഹാബിച്വൽ ഇൻക്ലിനേഷനാണ്. അതുപോലെ ഒരു പേഴ്സൻ്റെ ട്രൂ ക്യാരക്ടറാണ്, ആറ്റിറ്റ്യൂഡാണ്, ഔട്ട്ലുക്കാണ്. ഓക്കെ, ഇതിനെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഉണ്ടെന്ന് പറഞ്ഞു. 3 പേഴ്സണൽ ഡിസ്പോസിഷൻസ് അല്ലെങ്കിൽ ട്രൈറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഓർക്കുക, നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ട്രൈറ്റ് തിയറികളിലും ഒരുപാട് ട്രൈറ്റ്സ് പറയും. അപ്പോൾ ഇത് ആരുടെയാണ് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ആൽപോർട്ടിൻ്റെ അടുത്ത് കാറ്റലിലും കാറ്റലിൻ്റെ അടുത്ത് ആൽപോർട്ടിലൊക്കെ എഴുതുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കൃത്യമായിട്ട് നോക്കി പഠിക്കുക, തെറ്റിപ്പോകരുത്. തെറ്റിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് ഓർക്കുക, ആൽപോർട്ട് 3 പേഴ്സണാലിറ്റി ട്രൈറ്റ്സുകളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പേഴ്സണൽ ഡിസ്പോസിഷനാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇദ്ദേഹം 1936 ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിക്ഷണറിയിൽ നിന്ന് മാത്രമായിട്ട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4000 വേർഡ് കണ്ടുപിടിച്ചതിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഒരു 3 ലെവൽ അല്ലെങ്കിൽ 3 കാറ്റഗറി ആയിട്ട് ഈ പേഴ്സണൽ ഡിസ്പോസിഷനെ തിരിച്ചത്, അല്ലെങ്കിൽ ട്രൈറ്റ്സിനെ തിരിച്ചതെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഏതാണ് ആ ഒരു 3 ട്രൈറ്റ്സ് നമുക്ക് നോക്കിയാലോ? ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തതാണ് കാർഡിനൽ ട്രൈറ്റ്സ്, 2 സെൻട്രൽ ട്രൈറ്റ്സ്, ദെൻ 3 സെക്കൻഡറി ട്രൈറ്റ്സ്. ഇനി ഇത് എന്താണെന്ന് നോക്കാം ഓരോന്നും. അതിൽ ഫസ്റ്റത്തേതാണ് കാർഡിനൽ ട്രൈറ്റ്സ്. കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈറ്റ്സ് ദാറ്റ് ഡോമിനേറ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് ഹോൾ ലൈഫ് ഓഫൺ ടു ദ പോയിന്റ് ദാറ്റ് ദ പേഴ്സൺ ബിക്കംസ് നോൺ സ്പെസിഫിക്കലി ഫോർ ദീസ് ട്രൈറ്റ്സ്. വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു വ്യക്തിയുടെ ഹോൾ ലൈഫിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ട്രൈറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? കാർഡിനൽ ട്രൈറ്റ് എന്ന്
പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ അറിയപ്പെടുന്നത് ഈ ഒരു ട്രൈറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇപ്പം നമ്മളൊരു വ്യക്തി സത്യസന്ധനാണ് എന്ന് നമ്മൾ പറയുന്നില്ലേ, ഇപ്പോൾ നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ആ വ്യക്തിയുടെ ഒരു ട്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ എന്താണ്, കാർഡിനൽ ട്രൈറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഒരു വ്യക്തിയെ ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ആ വ്യക്തിയുടെ ആ ഒരു പേഴ്സണാലിറ്റി, ആ ഒരു എന്താണ് സ്വഭാവമാണ് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ അപ്പോൾ ആ വ്യക്തിയുടെ എന്താണത്, കാർഡിനൽ ട്രൈറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാന്ധിജിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ ആദ്യം ഓർമ്മ വരിക മനസ്സിലേക്ക്? നമുക്ക് ആദ്യം ഓർമ്മ വരിക അദ്ദേഹത്തിൻ്റെ നോൺ വയലൻസ് ആണ് അല്ലേ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എന്താണ്, ഒരു കാർഡിനൽ ട്രൈറ്റ് ആയിട്ട് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇനി നമ്മുടെ മദർ തെരേസയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? അൾട്രൂയിസം ആണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ ഓരോ വ്യക്തിയെയും ആലോചിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു ട്രൈറ്റ് ഉണ്ടാകും. ആ ട്രൈറ്റാണ് അവരുടെ കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഹോൾ ലൈഫിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ട്രൈറ്റ്. ആ ഒരു ട്രൈറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ വ്യക്തിയെ എല്ലാവരും അറിയപ്പെടുകയും ചെയ്യുക. ഇപ്പോൾ അബ്രഹാം ലിങ്കൺ ആണെന്നുണ്ടെങ്കിൽ ഓണസ്റ്റിയുടെ ഇതിലാണ്. ദെൻ മാർട്ടിൻ ലൂതർ കിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി. അപ്പോൾ അങ്ങനെ നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് ഒരു ട്രൈറ്റിനെ പറയുന്നുണ്ടെങ്കിൽ അത് കാർഡിനൽ ട്രൈറ്റ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ദെൻ ഇറ്റ്സ് ഇൻട്രിൻസിക്കലി ടയേർഡ് ടു ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഇൻട്രിൻസിക്കലി ടയേർഡാണ്. അതായത് അത് ഇൻട്രിൻസിക്കലി എന്താണ്, ബന്ധിച്ചുവിട്ടിരിക്കുന്നതാണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടാകുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ ട്രൈറ്റ്സ് ആണ് നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്. ഈ ഒരു ട്രൈറ്റ്സ് ആണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഷേപ്പ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഈ കാർഡിനൽ ട്രൈറ്റ്. അതെന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തും, അല്ലെങ്കിൽ മറ്റൊരാൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ഡോമിനേറ്റ് ചെയ്ത് നമ്മുടെ ഹോൾ ലൈഫിൽ നിൽക്കുന്ന, നമ്മളെ തന്നെ സ്പെസിഫിക്കലി നമ്മളെ അത് മറ്റുള്ളവർ മനസ്സിലാക്കുക, നമ്മളെ അറിയപ്പെടുന്ന ആ ഒരു ട്രൈറ്റ്സിനെയാണ് കാർഡിനൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെൻട്രൽ ട്രൈറ്റ്സ്. These traits are general characteristics found in varying degrees in every person. എല്ലാ വ്യക്തികളിലും ഈ പറയുന്ന ട്രൈറ്റ്സ് ഉണ്ടാകും. പക്ഷെ അതെങ്ങനെയായിരിക്കും? ഓരോരുത്തരിലും എന്താണ്, ഓരോ ഡിഗ്രികളുണ്ടാവും. അതായത് ഒരു വ്യക്തിയിൽ ചിലപ്പോൾ അത് കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ ഒരു മോഡറേറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ വ്യക്തികളിലും വാരിയിങ് ഡിഗ്രിയിൽ കാണപ്പെടുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് എന്തെന്ന് പറയുന്നത്, സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോയൽറ്റി, കൈൻഡ്നെസ്, ഇൻ്റലിജൻസ്, ഓണസ്റ്റി, ആങ്ഷ്യസ്, അങ്ങനെയുള്ള ഫ്രണ്ട്ലിനെസ്, അങ്ങനെയുള്ള ഒരുപാട് ട്രൈറ്റ്സ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഇല്ലേ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് ഓരോ വ്യക്തിയിലും ഒരു ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഇൻ്റലിജൻസിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർ വളരെ ഇൻ്റലിജൻ്റ് ഉള്ളതായിരിക്കും, ചിലർ വളരെ ലോ ഇൻ്റലിജൻസ് ആയിരിക്കും, ചിലർ എങ്ങനെയായിരിക്കും, ഒരു മോഡറേറ്റ്, ഒരു ആവറേജ് ആയിരിക്കും, അല്ലെങ്കിൽ എബോവ് ആവറേജ് ആയിരിക്കും. അപ്പം അങ്ങനെ ഡിഗ്രിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന ട്രൈറ്റ്സ് എല്ലാം തന്നെ എന്തുണ്ട്, ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നതാണ്, ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്ന ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതാണ് പേഴ്സണാലിറ്റിയുടെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ട്രൈറ്റ്സ് ആണ് പേഴ്സണാലിറ്റിയുടെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി ആൽപോർട്ട് പറയുന്നു, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അതായത് മോസ്റ്റ് പീപ്പിൾ ഹാവ് അബൌട്ട് 5 to 10 കാർഡിനൽ ട്രൈറ്റ്സ്. മോസ്റ്റ് പീപ്പിളിൽ എങ്ങനെയാണ്, ഒരു 5 മുതൽ 10 വരെയുള്ള കാർഡിനൽ ട്രൈറ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഒന്നല്ലാന്ന്, ഒരുപാട് കാർഡിനൽ ട്രൈറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ കണ്ടെയ്ൻ മെനി ഓഫ് ദീസ് ട്രൈറ്റ്സ് ടു എ സർട്ടൻ ഡിഗ്രി. പക്ഷേ ഡിഗ്രിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു വ്യക്തിയിലുള്ള അതേ ഡിഗ്രിയിലായിരിക്കില്ല മറ്റൊരു വ്യക്തിയിൽ സെൻട്രൽ ട്രൈറ്റ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ട്രൈറ്റ്സിനെയാണ് സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സെക്കൻഡറി ട്രൈറ്റ്സ്. സെക്കൻഡറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, അപ്പോൾ അത് അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ്? ദീസ് ആർ ദ ട്രൈറ്റ്സ് ദാറ്റ് ആർ സംടൈംസ് റിലേറ്റഡ് ടു ആറ്റിറ്റ്യൂഡ്സ് ഓർ പ്രിഫറൻസസ്, ഓഫൺ അപ്പിയർ ഓൺലി ഇൻ സർട്ടൻ സിറ്റുവേഷൻസ് ഓർ അണ്ടർ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസ്. ചില സിറ്റുവേഷനിൽ മാത്രം വരുന്ന, ചില സ്പെസിഫിക് സർക്കംസ്റ്റാൻസിൽ മാത്രം കാണുന്ന ട്രൈറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ എപ്പോഴും ദേഷ്യപ്പെടുന്നില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യം വരാറുണ്ട്.
കാരണം എന്താണ്? നമ്മുടെ പ്രിഫറൻസിനനുസരിച്ചാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചാണ്, അല്ലേ? ചില സിറ്റുവേഷൻ, ചില സർക്കംസ്റ്റാൻസിൽ നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദേഷ്യപ്പെടും. ഓക്കെ. ഇനി ചില ആൾക്കാർ എപ്പോഴും ആങ്ഷ്യസ് ഒന്നല്ല, എപ്പോഴും നമ്മൾ ആങ്സൈറ്റിയിലാണോ ഉള്ളത്? അല്ല. പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് വരും? ആങ്സൈറ്റി ഉണ്ടാകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വളരെ കൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒരു പബ്ലിക് സ്പീച്ച് നടത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആങ്ഷ്യസ് ആവും, ഇല്ലേ? അതെന്താണ്? നമ്മളൊരു സർട്ടൻ സിറ്റുവേഷനിൽ വരുന്നതാണ്. അത്തരത്തിൽ വരുന്ന ട്രൈറ്റ്സിനെ പറയുന്നതാണ് സെക്കൻഡറി ട്രൈറ്റ് എന്നുള്ളത്. റെസ്പോൺസസ് ടു പർട്ടിക്കുലർ സ്റ്റിമുലി വിച്ച് മേ ഒക്കർ ഓൺ റയർ ഒക്കേഷൻസ് എന്നാണ്. വളരെ റയർ ഒക്കേഷനിൽ മാത്രം നമുക്ക് എന്തുണ്ടാകുക? ഒരു പർട്ടിക്കുലർ സ്റ്റിമുലിയോടുള്ള റെസ്പോൺസ് ആണ് ഈ ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ വീക്കായിട്ട് നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ട്രൈറ്റ് ആണെന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ട്രൈറ്റ്സും അല്ല. അപ്പോൾ ഇത് 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞത്. കാർഡിനൽ, ദെൻ കാർഡിനൽ നമ്മൾ പറഞ്ഞു അതൊരു ഹോൾ ലൈഫിൽ ഇൻഡിവിജ്വലിനെ ഡോമിനേറ്റ് ചെയ്യുന്ന, സ്പെസിഫിക്കലി ഒരു ഇൻഡിവിജ്വലിനെ നോൺ ചെയ്യുന്ന ഒരു ട്രൈറ്റ്സ് ആണെന്ന് പറഞ്ഞു. ദെൻ സെൻട്രൽ ട്രൈറ്റ്സ് എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വാരിയിങ് ഡിഗ്രിയിൽ എവറി പേഴ്സണിലും കാണുന്നതെന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സ്പെസിഫിക് സർക്കംസ്റ്റാൻസിലോ സർട്ടൻ സിറ്റുവേഷനിലോ മാത്രം അപ്പിയർ ചെയ്യുന്ന ട്രൈറ്റ്സിനെയാണ് സെക്കൻഡറി ട്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 3 ട്രൈറ്റ്സിനെ കുറിച്ചാണ് ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെയും പറയുന്നു, നോക്കേണ്ടതാണ്. ഇനി ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ള 2 കോൺസെപ്റ്റുകളാണ്. ഒന്ന് പ്രൊപ്രിയം. ഈ പറഞ്ഞ ടേം 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നോക്കി പോകണം എന്താന്നുള്ളത്. പ്രൊപ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പേഴ്സൺ സെൻസ് ഓഫ് സെൽഫ് ആൻഡ് ദിസ് അവെയർനെസ് കോൺട്രിബ്യൂട്ട്സ് ടു ലൈഫ് ലോങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. എന്താണ് പറയുന്നത്? പ്രൊപ്രിയം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സെൻസ് ഓഫ് സെൽഫാണ്, എൻ്റെ സെൽഫിനെ കുറിച്ചുള്ള അറിവിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൊപ്രിയം എന്ന് പറയുന്നത്. ഈ അവെയർനെസ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ നമുക്ക് ലൈഫ് ലോങ് അത് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ആരാണെന്നുള്ള ഒരു അറിവ് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിയിൽ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കില്ലേ? എൻ്റെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ എനിക്ക് സാധിക്കില്ലേ? അപ്പോൾ പ്രൊപ്രിയം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻ്റെ സെൻസ് ഓഫ് സെൽഫാണ്. ആ സെൻസ് ഓഫ് സെൽഫിൻ്റെ അവെയർനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൈഫ് ലോങ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ 8 സ്റ്റേജസ് ഓഫ് പ്രൊപ്രിയം എന്ന് പറയുന്നത് ഒന്ന് ബോഡിലി സെൻസ്, ദെൻ സെൽഫ് ഐഡൻറ്റിറ്റി, സെൽഫ് എസ്റ്റീം, എക്സ്റ്റൻഷൻ ഓഫ് സെൽഫ്, സെൽഫ് ഇമേജ്, സെൽഫ് ആസ് സ്കോപ്പർ, ദെൻ പ്രൊപ്രിയേറ്റ് സ്ട്രൈവിങ്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കുക, 2 മാർക്കിന് എഴുതാൻ രീതിയിൽ പഠിച്ചു വയ്ക്കുക. അപ്പോൾ സെൻസ് ഓഫ് സെൽഫാണ് പ്രൊപ്രിയം എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊരു കോൺസെപ്റ്റാണ് ഫങ്ഷണൽ ഓട്ടോണമി. ഫങ്ഷണൽ ഓട്ടോണമി അദ്ദേഹം, അതായത് ആൽപോർട്ട് ഒരിക്കലും പാസ്റ്റിൽ വിശ്വസിച്ചിരുന്ന ആളല്ല, പ്രസൻറ്റ് എന്താണോ അത് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. അപ്പം ഇദ്ദേഹം പറയുന്നത് നമുക്ക് ചൈൽഡ്ഹുഡിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്കുണ്ടാകുന്ന മോട്ടിവേഷൻ ആയിരിക്കില്ല പിന്നീട് നമ്മുടെ അഡൾട്ട്ഹുഡിൽ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുക, അല്ലേ? നമ്മൾ ചെറുപ്പകാലത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ എന്ത് ഇൻറ്റൻഷനോട് കൂടി, അല്ലെങ്കിൽ എന്ത് മോട്ടിവേഷനോട് കൂടി, എന്ത് ഡ്രൈവോട് കൂടിയിട്ടാണോ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, അതേ ഒരു മോട്ടിവേഷനോ ഡ്രൈവോ ഇൻസ്റ്റിങ്ക്റ്റോ ഒന്നും അല്ല നമുക്ക് അഡൾട്ട്ഹുഡിൽ ഉണ്ടാവുക. ഓക്കെ. ഇപ്പോൾ പണ്ട് നമ്മളൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യണം, നമ്മുടെ മോട്ടിവേഷൻ ഇത് നന്നായി പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ എനിക്കൊരു മ്യൂസിക്കുമായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയാകണം എന്നൊക്കെയാണ്, ഒരു മ്യൂസീഷ്യൻ ആകണം എന്നൊന്നും വിചാരിച്ചിട്ടല്ല അത് പ്ലേ ചെയ്യുന്നത്. അതിൽ നിന്ന് ശബ്ദം വരുന്നു, നമ്മളത് ചെയ്യുന്നു, പിന്നെ നമുക്കൊരു കൗതുകത്തിന് നമ്മൾ വേണ്ടി ചെയ്യുന്നു, അല്ലേ? മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നതല്ലാതെ വേറൊരു മോട്ടിവേഷൻ അതിനുണ്ടാകണം എന്നില്ല. വേറെ മോട്ടിവേഷനുള്ള കുട്ടികൾ ഉണ്ടാകാം കേട്ടോ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷേ പിൽക്കാലത്ത് ആ ഒരു അഡൾട്ട്ഹുഡിലെത്തുമ്പോൾ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിനൊരു മോട്ടിവേഷനുണ്ട്, അല്ലേ? നമുക്ക് കൃത്യമായി മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളത് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ആരാകണം എന്നൊരു ചോദ്യത്തിന് നമ്മൾ ചെറുപ്പകാലത്ത് ഒരു ഡോക്ടർ ആകണമെന്ന് പറയുമ്പോൾ അന്ന് നമ്മുടെ ഉള്ളിലുള്ള മോട്ടിവേഷൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളൊന്നും ആലോചിച്ചിട്ടൊന്നും ആവില്ല ഡോക്ടർ ആവണമെന്ന് പറയുന്നത്. പക്ഷെ പിൽക്കാലത്ത് നമുക്ക് ഡോക്ടർ ആകണമെന്നൊരു ആഗ്രഹം അഡൾട്ട്ഹുഡിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു മോട്ടിവേഷൻ
ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറഞ്ഞാൽ ആൽപോർട്ട് പറയുന്നു, മോട്ടിവേഷൻ ഓഫ് അഡൾട്ട്ഹുഡ് ആർ ഓഫൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ മോട്ടിവേഷൻ ഓഫ് ദ ചൈൽഡ്ഹുഡ് ആൻഡ് ഹി റെഫേർഡ് ടു ദിസ് കൺസെപ്റ്റ് ആസ് ഫങ്ഷണൽ ഓട്ടോണമി. അതായത് നമ്മുടെ മോട്ടീവ്സ് എല്ലാം ഒന്നിനോടൊന്ന് ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനോട് എന്താണ് ഇൻഡിപെൻഡൻ്റ് ആണ്. അവർ മോട്ടീവ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദെയർ ഒറിജിൻ. അത് ഒറിജിനിൽ എന്ത് മോട്ടീവ് വെച്ചിട്ടായിരുന്നോ അതിനോട് ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മുടെ പിൽക്കാലത്തെ മോട്ടീവ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത് ഒരു തിയറി ഓഫ് മോട്ടിവേഷൻ ആണ്. മോട്ടിവേഷൻ തിയറിയിൽ വരുന്നതാണ് ഈ ഫങ്ഷണൽ ഓട്ടോണമി തിയറി എന്ന് പറയുന്നത്. ആൽപോർട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ എഴുതുക. 2 മാർക്കിന് തന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാനായിട്ട്. നമ്മുടെ അഡൾട്ട്ഹുഡിൽ ഉണ്ടാകുന്ന മോട്ടിവേഷൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ചൈൽഡ്ഹുഡിൽ നിന്ന്. ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ ഫങ്ഷണൽ ഓട്ടോണമി എന്ന് പറയുന്നത്. ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ആദ്യം ട്രൈറ്റ് തിയറി ട്രൈറ്റ്സ് തിയറികളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ട്രൈറ്റ്സ് എന്താന്ന് പറഞ്ഞു. ദെൻ ട്രൈറ്റ്സ് തിയറി പറഞ്ഞതിന് ശേഷം നമ്മൾ ടൈപ്സ് ഓഫ് ട്രൈറ്റ് തിയറീസ് പറഞ്ഞു. അതിനുശേഷം ആൽപോർട്ടിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ആൽപോർട്ടിൻ്റെ ട്രൈറ്റ് തിയറി പറഞ്ഞു. 3 പേഴ്സണൽ ഡിസ്പോസിഷൻസ് പറഞ്ഞു. കാർഡിനൽ, സെൻട്രൽ, സെക്കൻഡറി, ദെൻ പ്രൊപ്രിയം എന്താന്ന് പറഞ്ഞു. ഫങ്ഷണൽ ഓട്ടോണമി എന്താന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ട്രൈറ്റ് തിയറി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതൊക്കെ ഒന്ന് വായിക്കുക. ഇത് വെറുതെ ഈ ഒരു ക്ലാസ് കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇത് വായിക്കണം, എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കണം. പിന്നെ തിയറീസാണ്, മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സൈക്കോളജിസ്റ്റ് ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ടേം നമ്മൾ അങ്ങനെ തന്നെ എഴുതാനായിട്ട് ഓർക്കുക. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് ആ കാര്യം മനസ്സിലാക്കി നമുക്ക് ഇഷ്ടമുള്ളൊരു ടേം അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് ടേം ആണോ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആ ടേം തന്നെ എഴുതിയാലാണ് മാർക്ക് കിട്ടുള്ളൂ. ഓർക്കുക. പിന്നെയും പറയുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്.